Yet again, we have our OET speaking live session with me, Hema Haridas from TGS Academy, Tiruvalla. Let me wait a few seconds for our students to join, and after that, we can start our session. എല്ലാവരുടെയും സ്പീക്കിംഗ് സെഷൻസൊക്കെ അത്യാവശ്യം ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്പീക്കിംഗ് സെഷൻസൊക്കെ വളരെ നന്നായിട്ട് പോകുന്നുണ്ട് എന്നും ഞാൻ കരുതുന്നു. എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കെൻ യു ടെൽ മീ ഹൗ വാസ് യുവർ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നല്ല എൻജോയ് ഒക്കെ ചെയ്തോ? ഇതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു, അതോ പ്രാക്ടീസൊക്കെ മാറ്റി വെച്ചുള്ള ക്രിസ്മസ് ആഘോഷമായിരുന്നു? ഹൗ വാസ് ഇറ്റ്? Johnny, good morning. Ashwini, yeah, good morning, Ashwini. Okay, without further delay, നമുക്ക് റോൾ പ്ലേ കാർഡ് നോക്കാം. ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കാർഡാണ്. നോട്ട് വെരി ലെങ്തി, ബട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൂര്യ, ഗുഡ് മോർണിംഗ്. നേഹ, ഐസക്, ഗുഡ് മോർണിംഗ്. ഓക്കെ, വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്കെന്നാ റോൾ പ്ലേ കാർഡിലേക്ക് പോവാം. വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, സെറ്റിംഗ് വായിക്കുക. സെറ്റിംഗ് എന്ന് പറയുന്നത് ബേബി ഹെൽത്ത് ക്ലിനിക്കാണ് നമ്മുടെ സെറ്റിംഗ് ആയിട്ടുള്ളത്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഉണ്ട് നമുക്ക് വായിക്കാനായിട്ട്. യുവർ പേഷ്യൻറ്റ് ഇസ് എ മദർ ഓഫ് എ 7-year-old ബേബി ബോയ്. നമ്മുടെ പേഷ്യൻറ്റ് എന്ന് പറയുന്നത് ഒരു മദറാണ്. 7-year-old ബേബിയുടെ ഒരു അമ്മയാണ് നമ്മുടെ പേഷ്യൻ്റായിട്ട് വരുന്നത്. ദ ബേബി ഹാസ് ബീൻ ബ്രസ്റ്റ് ഫീഡിങ് വെൽ ബട്ട് ഹാസ് ബീൻ ഫ്രീക്വൻ്റ്ലി വൊമിറ്റിംഗ് സ്മോൾ എമൗണ്ട് ഓഫ് മിൽക്ക് ആൻഡ് ക്രൈയിങ് ആഫ്റ്റർ ഫീഡ്സ്. അപ്പോൾ കുഞ്ഞിന് നന്നായിട്ടാണ് ബ്രസ്റ്റ് ഫീഡിങ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റീസെൻ്റായിട്ട് കുട്ടി ചെറിയ എമൗണ്ട് ഓഫ് മിൽക്കൊക്കെ വൊമിറ്റ് ചെയ്യാനും പിന്നെ എല്ലാ ഫീഡ്സ് കഴിയുമ്പോഴും കരച്ചിലൊക്കെ തുടങ്ങി. ഇനി ദ മദർ ഇസ് വറീഡ് ദാറ്റ് ദ ബേബി ഹാസ് ആൻ ഇൽനെസ്. അപ്പം അമ്മ വെറീഡ് ആവുന്നത് എന്താ? കുഞ്ഞിനൊരു ഇൽനെസ് ഉണ്ട്, എന്തോ ഒരു വയ്യായിക ഉണ്ടെന്നുള്ളതും. ആൻഡ് ഇസ് വെരി ആങ്ഷ്യസ് ടു ഗെറ്റ് അഡ്വൈസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഹർ സൺ. അപ്പോൾ അവർ ഭയങ്കര ആങ്ഷ്യസ് ആണ്, അവർക്ക് എന്തെങ്കിലും കുറച്ച് അഡ്വൈസസ് വേണം. അതുപോലെ തന്നെ ദേ നീഡ് എ ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ അവരുടെ കുഞ്ഞിന് വേണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ടിൽ ഇറ്റ് ഇസ് ക്ലിയർലി ഗിവൻ ദാറ്റ് യുവർ പേഷ്യൻറ്റ് ഇസ് ദ മദർ. അപ്പം ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് നമ്മുടെ ആ ഒരു മദറാണോ അതോ ഇസ് ഇറ്റ് ദ ചൈൽഡ്? നമ്മൾ ആരെയാണ് ശരിക്കും നോക്കാൻ പോകുന്നത്? ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് ഹൂം ആർ വി ഗോയിങ് ടു അസസ് ഹൂസ് അവർ പേഷ്യൻറ്റ്? നമ്മൾ ഈ ഫസ്റ്റ് ലൈൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ പേരൻറ്റിൻ്റെ പേരാണ്. പക്ഷെ നമ്മൾ ആരെയാണ് അസസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ ആരെയാണ് ചെയ്യാൻ പോകുന്നത്, അസസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആരെയാണ് ചെയ്യുന്നത്? Can you please comment down your answers? Yes, Neha, that's right. ചൈൽഡിനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് അസസ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ല. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് നോക്കേണ്ടതാണ് ടാസ്ക്. യെസ്, ബേബി. ആസ്ക് ദ പേഷ്യൻറ്റ് അബൌട്ട് ഹെർ കൺസേൺസ് ഫോർ ഹെർ ബേബി. അതായത് കുഞ്ഞിനോട് അവർക്ക് എന്തൊക്കെ കൺസേൺസ് ആണുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞിനെ ഓർത്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർക്കുള്ളത് എന്നുള്ളത് അറിയുക. So, can you tell me whether it is a known or an unknown case? ഇത്രയും വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? Is it a known or an unknown case? ഏതായിരിക്കാം? You can comment down your answers. Meanwhile, I'll just summarize this. Nurse background. Even if it is given the mother is a patient, we are going to assess the child. So, therefore, it is an unknown case. And in this case, we are going to check a child who has been feeding well. ഒരു കുഞ്ഞിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കുട്ടി നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. But recently, he has been vomiting a small amount of milk and he is crying after every feeds. Okay. Following that, the mother is very worried whether her child is having an illness. കുട്ടിക്ക് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ച് worried ആണ്. And she needs some advices and treatment for her son. Okay, most of the students had commented, yes, it is an unknown case. Neha, Susan, Surya, Ashwini,
Shilpa, yes, that's right. It is an unknown case. അപ്പോൾ how are we going to start our conversation? എങ്ങനെയാണ് നമ്മുടെ കോൺവെർസേഷനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് വിത്ത് അവർ ഗ്രീറ്റിംഗ്സ്, ദാറ്റ് ഈസ് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഓർ ഗുഡ് ഈവനിങ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈം. ഇപ്പോഴത്തെ നമ്മുടെ ടൈം വെച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് മോർണിംഗ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഇൻ ദിസ് റോൾ പ്ലേ കാർഡ് ദർ ഇസ് നോ സ്പെസിഫിക് ഡെസിഗ്നേഷൻ ഗിവൻ ഫോർ ദ നഴ്സ്, ദെയർഫോർ യു ക്യാൻ ടേക്ക് എ nurse or a registered nurse. Yes, Neha, that's right. You need to introduce yourself. My name is, I am a nurse, or you can say I'm a registered nurse working in this baby health clinic. So this is what your introduction is going to be. After that, how are we going to start our conversation? Conversation എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഇവരെ കൊണ്ട് കൺസേൺസ് ഒക്കെ പറയിക്കണമല്ലോ. വി നീഡ് ടു മേക്ക് ദം ടെൽ ദെയർ കൺസേൺസ്. സോ ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് അവർ കോൺവെർസേഷൻ? എങ്ങനെയാണ് കോൺവെർസേഷനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഓർ ഹൗ ആർ വി ഗോയിങ് ടു ഗെറ്റ് ഇൻ ടു അവർ കോൺവെർസേഷൻ? Okay, in this case, we are going to start with how may I help you or what brings you here today. Ask the mother's name. Neha, we can ask that, but the main thing is, before that, we need to know whom our patient is. Is it the child or the mother? After that, you can ask the mother's name because you got a confirmation. Okay? ഇപ്പം ബേബി ഹെൽത്ത് ക്ലിനിക് ആണെങ്കിലും നിങ്ങൾക്ക് നോർമലി ഇപ്പം വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഈവൻ എ മദർ ക്യാൻ ഓൾസോ വിസിറ്റ് ഫോർ എനി ഡിഫിക്കൽട്ടീസ് ദാറ്റ് ദേ ആർ ഫേസിങ്. അപ്പം അതിന് വേണ്ടിയിട്ടും വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് വി ക്യാൻ ജസ്റ്റ് സേ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ ഓർ ഹൗ മേ ഐ ഹെൽപ്പ് യു. യെസ് സൂര്യ, ദാറ്റ്സ് റൈറ്റ്. വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ. Yes. After that, they are mentioning, okay, my child has been feeding well. അപ്പോൾ നമ്മൾ വാട്ട് ബ്രിങ്സ് യു ഹിയർ ടുഡേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഹൗ മേ ഐ ഹെൽപ്പ് യു ചോദിച്ചു. അപ്പോൾ അവർ പറയാണ്, നഴ്സ് എൻ്റെ കുട്ടിക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. കുട്ടി 7 weeks ഓൾഡാണ്. കുട്ടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബട്ട് റീസെൻ്റ്ലി കുട്ടി കുറച്ച് മിൽക്കൊക്കെ വൊമിറ്റ് ചെയ്ത് തുടങ്ങി. യെസ്, മേ ഐ നോ ദ റീസൺ ഫോർ യുവർ വിസിറ്റ്. Okay, you can either say that or you can say, may I know the reason behind your visit. For your visit അല്ലെങ്കിൽ behind your visit. Okay. അപ്പോൾ റീസെൻ്റ്ലി കുട്ടി കുറച്ച് മിൽക്കൊക്കെ വൊമിറ്റ് ചെയ്ത് തുടങ്ങി. അതുപോലെ തന്നെ ഓരോ ഫീഡിന് ശേഷം കുട്ടി കരയുവാണ്. അപ്പം ഐ എം റിയലി ആങ്ഷ്യസ് അബൌട്ട് ഇറ്റ്. ഇത് അവരുടെ ഒരു കൺസേൺ ആണ്. സോ ഫോളോയിങ് ദ കൺസേൺ യു ആർ സപ്പോസ് ടു ഗീവ് എ റിയഷ്വറൻസ് ഫസ്റ്റ്. ഇതിൽ നമുക്ക് എന്താണ് ഒരു ആപ്റ്റ് റിയഷ്വറൻസ് ഉള്ളത്? What is an apt reassurance that you can give in this context? ഇതിൻ്റെ അത് എന്താണ് നമുക്ക് കുറച്ച് ആപ്റ്റായിട്ട് പറയാൻ പറ്റുന്നത്? ഇപ്പം നമ്മൾ പറയുമല്ലോ, ഡോണ്ട് വറി, പ്ലീസ് റിലാക്സ്, പുട്ട് യുവർ മൈൻഡ് അറ്റ് ഈസ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് പറയാം, ഓക്കെ, ഡോണ്ട് വറി, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് ഐ എം ഹിയർ ടു ഹെൽപ്പ് യു, അല്ലെങ്കിൽ വി ഓൾ ആർ ഹിയർ ടു help you. Okay, do not worry അല്ലെങ്കിൽ don't worry. This is a very common what do we say, reassurance phrase അല്ലെങ്കിൽ reassurance sentence that we use. So അതിന് പകരം if you can use please put your mind at ease, അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം you came here on the right time. അപ്പം നേഹ അത് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യുക. യു കെയിം ഓൺ റൈറ്റ് ടൈം അല്ല, യു കെയിം ഹിയർ, ഇവിടെ വന്നത് റൈറ്റ് ടൈം ആണെന്നുള്ളത്. ട്രൈ നോട്ട് to worry, as we are here to help you. Surya, അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. Try not to worry as എന്തുകൊണ്ട്, as we are here to help you. Okay, so reassurance ആയി. ഇനി നെക്സ്റ്റ്, what is the next thing which we need to do? എന്താണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചോദിക്കാനുള്ളത്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ഇസ് അവർ ഡോക്യുമെൻറ്റേഷൻ. ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ്, whose name are we going to document? ആരുടെ പേരാണ് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്? ബേബി ഓർ അവർ മദർ? ആരുടെയാണ് എടുക്കേണ്ടത്? You can comment down your answers and ആരുടെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്. I can understand your situation. Don't worry, you are in the right place and I can help you.
Yes, Nini, we can use that. Yes, the child's name. That's right. Aaron. Yeah, Aaron, Neha, Susan. Surya. Surya, even though it is mentioned as the patient is the mother, in this conversation we are going to assess the child. So, നമ്മൾ assess ചെയ്യുമ്പോൾ whose name we need to ask? ആരുടെ പേര് നമ്മൾ ചോദിക്കാൻ? We need to ask the child's name. നമ്മൾ അസസ് ചെയ്യുന്നത് കൊച്ചിനെ ആയതുകൊണ്ടും നമ്മുടെ പേഷ്യൻ്റ് കൊച്ചായതുകൊണ്ട്, പക്ഷേ നേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ മദറാണ് നമ്മുടെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അസസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മളെല്ലാം ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത് കൊച്ചിനെ പറ്റിയിട്ടാണ്. അത് അമ്മയോടാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഫോർ മൈ ഡോക്യുമെൻറ്റേഷൻ പർപ്പസ് ക്യാൻ യു പ്ലീസ് ടെൽ മീ യുവർ ചൈൽഡ്സ് നെയിം ആൻഡ് ഏജ്. കുഞ്ഞിൻ്റെ പേരും കുഞ്ഞിൻ്റെ വയസ്സും പറയാമോ എന്നുള്ളത്. ഓക്കെ, ഐ തിങ്ക് സോ ഫാർ ഇറ്റ് ഈസ് ക്ലിയർ. Next part, for my better communication, can you please tell me your name? You are a lot of pain. I can feel it. Susan, കുറച്ചുകൂടി നമുക്കൊന്ന് കണക്ട് ചെയ്യാം. I know you are going through a lot of pain right now and I can definitely sense that. Feel ചെയ്യുന്നത് മാറ്റം, because feel and understand, these words are very common. So you can just change it to I can definitely sense that. Being a parent, if you want you can add that also. ഒരു parent എന്ന നിലയിൽ I can understand that you are going through a lot of pain right now. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. Okay, next, ask the patient about the baby's feeding pattern and problems. അപ്പോൾ if they had clearly mentioned what are the things in this nurse background, ഈ nurse backgroundൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ പ്രൊസീഡിങ് ഫർദർ, മേ ഐ ആസ്ക് യു എ ഫ്യൂ ക്വസ്റ്റ്യൻസ് റിഗാർഡിങ് യുവർ ബേബീസ് കറൻറ്റ് കണ്ടീഷൻ. മേ ഐ വേണമെങ്കിൽ മേ ഐ മതി, ഇറ്റ്സ് ഓപ്ഷണൽ ബിക്കോസ് വി ആർ ഓൾറെഡി ആസ്കിങ് മേ ഐ ആസ്ക് യു. When they say yes, you can say thank you for your permission. Now, what all are the things that we need to collect? എന്തൊക്കെയാണ് നമുക്ക് കളക്ട് ചെയ്യേണ്ട ഇൻഫോർമേഷൻ? കുട്ടിയുടെ ഒരു ഫീഡിങ് പാറ്റേണിനെ പറ്റി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഫീഡിങ് പാറ്റേൺ ആ പ്രോബ്ലത്തെ പറ്റി എന്തൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കണം? ഈ ഒരു കേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് ആ ഒരു കണ്ടീഷൻ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ, ചൈൽഡിൻ്റെ ഫീഡിങ് പാറ്റേൺ. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ആർ ഇൻവോൾവ്ഡ്? ഫീഡിങ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? യു ക്യാൻ കമൻറ്റ് ഡൗൺ യുവർ ആൻസേഴ്സ്. നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ഡൗൺ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് തിങ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. I would like to know your child's name and age. Yes, Nini, that's right. How many times, quantity, and how frequently? Okay, Susan, how many times എന്നുള്ളതിന് in order to avoid how many times, you can use how often do you feed your child? How, OFTEN, how often do you feed your child? ഒരു ദിവസം എത്ര വട്ടമാണ് നിങ്ങൾ കുട്ടിയെ ഫീഡ് ചെയ്യുന്നത്? അപ്പോൾ ഹൗ മെനി ടൈംസ് എന്നുള്ളത് മാറും. ഓക്കെ, അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡു യു ഫീഡ് യുവർ ചൈൽഡ് ഡ്യൂറിങ് ദ ഡേ? ഒരു ഡേ സമയത്ത് നിങ്ങൾ എത്ര വട്ടമാണ് കുട്ടിയെ ഫീഡ് ചെയ്യുന്നത്? ഓക്കെ, നെക്സ്റ്റ്, അല്ലെങ്കിൽ ഹൗ ഫ്രീക്വൻ്റ്ലി. What position do you prefer to feed your child? Yes, Shilpa, feeding position. Yes, നമുക്ക് ചോദിക്കാവുന്നതാണ്. What position do you prefer to feed your child? പിന്നെ നമുക്ക് വരുന്നത് എന്താ? ഓക്കെ, നേഹ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് ഓർ ഫോർമുല. ഓക്കെ, ഡു യു പ്രിഫർ ബ്രസ്റ്റ് ഫീഡിങ് ഓർ ഫോർമുല ഫീഡ്സ് ഫോർ യുവർ ചൈൽഡ്? നിങ്ങൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? ഓക്കെ, ഇനി ഡു യു പ്രൊവൈഡ് സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫീഡ്സ്? ഇതിൽ നമുക്കിതിൻ്റെ അകത്ത് അഡ്വൈസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളിത് വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിസ്ക്രൈബ് ദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫീഡിങ് ഇൻ അപ്രൈറ്റ് പൊസിഷൻ. സോ വി നീഡ് ടു ചെക്ക് വെദർ ദേ ആർ ഫീഡിങ് ഇൻ ആൻ അപ്രൈറ്റ് പൊസിഷൻ. അതുപോലെ തന്നെ ഹോൾഡിംഗ് ദ ബേബി അപ്രൈറ്റ് ഫോർ 30 minutes ആഫ്റ്റർ ഫീഡ്സ്, അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഫീഡ്സ്, ചെറിയ ഫ്രീക്വൻറ്റ് ഫീഡുകളാണോ പോയിക്കൊണ്ടിരിക്കുന്നത്?
പിന്നെ ഫോർമുലാസ് യൂസ് ചെയ്യുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ വി ക്യാൻ ജസ്റ്റ് ഗിവ് ദം ആൻ എക്സ്പ്ലനേഷൻ. ഇതറിഞ്ഞാൽ, ഇതൊന്ന് കൺഫേം ആയാലേ നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, can you please tell me, okay, Jomol has commented the feeding frequency അല്ലെങ്കിൽ feeding duration. Yes, these things we can ask. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളത്? ഹൗ ഫ്രീക്വൻ്റ്ലി ഡു യു ഫീഡ് യുവർ ചൈൽഡ്, എങ്ങനെയാണ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഹൗ ഓഫൻ ഡു യു ഫീഡ് യുവർ ചൈൽഡ് ഡ്യൂറിങ് ദ ഡേ സമയത്ത് എത്രത്തോളമാണ് നിങ്ങൾ ഫീഡ് ചെയ്യുന്നത്? നെക്സ്റ്റ്, വാട്ട് പൊസിഷൻ ഡു യു പ്രിഫർ ടു ഫീഡ് യുവർ ചൈൽഡ്, നിങ്ങൾ എന്തെങ്കിലും സ്പെസിഫിക് പൊസിഷൻസിലാണോ ഫീഡ് ചെയ്യുന്നത്? ഇതും ചോദിക്കണം. പിന്നെ ഡു യു പ്രൊവൈഡ് സ്മോൾ ആൻഡ് മോർ ഫ്രീക്വൻറ്റ് ഫീഡ്സ്, എങ്ങനെയാണ് നിങ്ങൾ ചെറിയ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡുകളാണോ കൊടുക്കുന്നത്? ഡു യു പ്രിഫർ ബ്രസ്റ്റ് ഫീഡിങ് ഓർ ഫോർമുല ഫീഡ്സ് ഫോർ യുവർ ചൈൽഡ്, ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ നിങ്ങളുടെ പ്രിഫറൻസ്, അല്ലെങ്കിൽ ഫോർമുല ഫീഡ്സ് ആണോ നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളത് ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ചോദിച്ചു. ഇഫ് യു വോണ്ട് യു ക്യാൻ ആസ്ക് വൺ മോർ തിങ്, ഹാവ് യു ട്രൈഡ് എനി ഹോം റെമഡീസ് എന്തെങ്കിലും ട്രൈ ചെയ്തിരുന്നോ? ഇനി നെക്സ്റ്റ്, explain your diagnosis of reflex, gastroesophageal reflex. ഈ gastroesophageal reflex കണ്ടുപിടിക്കാൻ can we assess the child? കുട്ടിയെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമോ? In order to say that your child is having this condition, ഈ കുട്ടിക്ക് ഈ കണ്ടീഷനാണ് എന്നൊക്കെ പറയാനായിട്ട് can we assess the child, അസസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ gastroesophageal reflex എന്നുള്ളത്? You can comment down your answers like yes or no, is it possible or not എന്നുള്ളത് നിങ്ങൾക്ക് ആൻസർ കമൻറ്റ് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ യുവർ ഡയഗ്നോസിസ് ഓഫ് ഗ്യാസ്ട്രോഇസോഫേഗൽ റിഫ്ലെക്സ്, നമ്മളൊരു ഡയഗ്നോസിസ് ആണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കൊരു അസസ്മെൻറ്റ്, ഇപ്പം നേഹ ഹാസ് കമൻറ്റഡ് നോ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്യാൻ ഐ ഗെറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്? എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? നമുക്കിതിൻ്റെ അകത്ത് ഒരു അസസ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ? നമുക്കതിൽ അസസ് ചെയ്യാൻ പറ്റുമോ? ഡു യു ഫീൽ? I think most of the students are getting a bit confused, ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ അസസ് ചെയ്യാതെ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഒരു പ്രൈമറി, എന്താ പറയുക, ഒരു പ്രിലിമിനറി അനാലിസിസ് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ഡയഗ്നോസിസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു സ്പെക്കുലേറ്റീവ് ഡയഗ്നോസിസ്, ഒരു ഊഹമാണ്, ഇന്നതാണ് എന്നല്ല. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ജസ്റ്റ് പറയാം, from your words I can understand that the preliminary diagnosis of your child's condition is gastroesophageal reflex. Ini briefly describe the causes of reflex. Do you have any idea regarding that? Allengil have you heard about this condition? കേട്ടിട്ടുണ്ടോ എന്നുള്ളത്, have you heard എന്നുള്ളത് നമുക്ക് ചോദിക്കാവുന്നതാണ്. have you heard ചോദിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞു known as. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കോസസ് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ആൻ അൺഡെവലപ്ഡ് മസിൽ വെയർ ദ ഫുഡ് പൈപ്പ് ജോയിൻസ് ദ സ്റ്റൊമക്ക്. ഓക്കെ, ഒരു മദറിന് ഫുഡ് പൈപ്പ് എന്ന് പറഞ്ഞാൽ ഡു യു തിങ്ക് ഷീ വിൽ അണ്ടർസ്റ്റാൻഡ്? ഫുഡ് പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരു ഫുഡ് പൈപ്പ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ഹൗ ക്യാൻ വി ഗിവ് ദാറ്റ്? നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇപ്പോൾ കുറേ ഇപ്പം ജോമോൾ, നേഹ ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, നമുക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാൻ സാധ്യത വളരെ കുറവാണ് എന്നുള്ളത്. സോ ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ ദിസ്? എങ്ങനെ നമുക്കൊരു സിമ്പിൾ ടേംസ് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ദ കപ്പാസിറ്റി ഓഫ് ദ സ്റ്റൊമക്ക്. ഓക്കെ, ബട്ട് ഫുഡ് പൈപ്പ് എന്നുള്ളൊരു വാക്കിനാണ് നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത്. എന്ത് പറയാൻ പറ്റും നമുക്കവിടെ? എന്തായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടേം? ഇപ്പോൾ ഇറ്റ് ഈസ് ആൻ അൺഡെവലപ്ഡ് മസിൽ
where a pipe that connects the stomach and the mouth. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഫുഡ് പൈപ്പിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇപ്പം undeveloped muscle where food pipe joins the stomach can occur when the baby's stomach is full of milk and the acid comes back up to the food pipe causing discomfort. അപ്പോൾ it is caused അല്ലെങ്കിൽ it can be caused by an undeveloped muscle when the baby's stomach is full of milk and there is an acid which helps in the digestion process. So when this acids come back to a pipe that connects the stomach and the mouth, this causes this kind of discomfort for your child. ഇതിൽ നിന്നാണ് നിങ്ങളുടെ കുട്ടിക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്താണെന്നുള്ളൊരു എക്സ്പ്ലനേഷൻ. നമ്മളവിടെ ആസിഡിൻ്റെ കാര്യമൊക്കെ എന്താണെന്നുള്ളത് കാരണം അവർക്കറിയണമെന്നില്ല ആസിഡ് എന്തിനാണ്. അപ്പോൾ ആ ഒരു ഡൈജഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ്സ് ആണ് നമ്മുടെ ആ ഒരു മിൽക്കിനെ ഒന്ന് എന്താ പറയുക ആ ഫുഡ് പൈപ്പിലേക്ക് ഒന്ന് ബാക്ക് ത്രൂ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ ടിൽ നൗ? I hope it is clear. Next, well, I can understand that. Ini describe the treatment for reflux. Treatments എന്തൊക്കെയാണെന്നുള്ളതാണ് now what we are going to explain. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കുട്ടിയുടെ ഫീഡിങ് പൊസിഷൻ. ഓക്കെ, ഒന്നെങ്കിൽ you can say, can I explain you regarding the treatment options for your child's current condition? ഞാൻ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞു തരട്ടെ എന്നുള്ളത്. അല്ലെങ്കിൽ if you don't mind, let me take you through the different treatment options. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, രണ്ടിലേതെങ്കിലും ഒരു ഓപ്ഷൻ. It is really important for you to feed your child in an upright position. അവർ അപ്രൈറ്റ് പൊസിഷനിലല്ല ഫീഡ് ചെയ്യുന്നതെങ്കിലാണ് we are going to say it is really important to feed in an upright position. Okay, if they are not feeding in a proper position, we are going to advise them that it is important to feed the child in an upright position. Do you think you will be able to do that? This is our question which we are going to ask. Okay, starting with it is really important. ഏറ്റവും പ്രധാനമായ കാര്യമാണ് which they are not supposed to skip. സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് I would suggest you to, നമ്മുടെ നെക്സ്റ്റ് സജഷനാണ് അവോയ്ഡ് യൂസിങ് പ്ലീസ് ഓർ ട്രൈ. ട്രൈ ചെയ്യാമോ, പ്ലീസ് ചെയ്യാമോ ഇങ്ങനെയുള്ളത് യൂസ് ചെയ്യാതെ ഐ വുഡ് സജസ്റ്റ് അല്ലെങ്കിൽ ഐ റെക്കമെൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. ഐ വുഡ് സജസ്റ്റ് യു ടു ഹോൾഡ് ദ ബേബി അപ്രൈറ്റ് ഫോർ 30 minutes ആഫ്റ്റർ എവറി ഫീഡ്സ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് മൈ അഡ്വൈസ്? എൻ്റെ അഡ്വൈസ് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ. മൂന്നാമത്തെ നമ്മുടെ സജഷനാണ് I recommend or I advise you to give smaller, more frequent feeds. Okay, I recommend you to try giving smaller, more frequent feeds. Are you okay with that? നിങ്ങൾക്കത് ചെയ്യാൻ ഓക്കെ ആണോ, അതായത് അവരതിൽ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ചോദിച്ചു. ഇത്രയും കാര്യങ്ങൾ is it clear? ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, കാര്യം എങ്ങനെയാണെന്നുള്ളതെല്ലാം മനസ്സിലായോ? പ്ലീസ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ഈച്ച് സജഷൻസ് ഗിവ് ക്വസ്റ്റ്യൻസ് ടു ഗിവ് ദം ആൻ ഇൻവോൾവ്മെൻറ്റ്. അവരെ ഒന്ന് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് കൊടുക്കുക. ഓക്കെ, I can see a lot of students are there and watching this live session. But നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഇസ് ക്ലിയർ ഓൾസോ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ. കാരണം നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലീസ് ഡു റെസ്പോണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, യെസ് ഇറ്റ് ഇസ് ക്ലിയർ. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് വൺ. തിക്നർ ടു എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്ക് ഫോർ 2 weeks. ഇത് എല്ലാവരുടെയും പ്രിഫറൻസ് ഉള്ളൊരു കാര്യമാണോ ഈ തിക്നർ യൂസ് ചെയ്യുക എന്നുള്ളത്? ഓർ ഇസ് ഇറ്റ് ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പേരൻസ് പ്രിഫർ ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ദ ചൈൽഡ്? എങ്ങനെയാണ് നമ്മളുടെ ഒരു ഇത്? ഇപ്പം തിക്നർ ആഡ് ചെയ്യണം എന്നുള്ളതാണോ, അതോ സ്റ്റിൽ ബ്രസ്റ്റ് ഫീഡിങ് പ്രിഫർ ചെയ്യുന്നതുമാണോ, അതോ ഏതാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുക?
ഇറ്റ് ഡിപ്പെൻസ് ഓൺ സം പേരൻസ്. ചില പേരൻസ് പറയാം ഓക്കെ ദേ ആർ കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ഫോർമുല ഫീഡ്സ്, അല്ലെങ്കിൽ സം പേരൻസ് മേ സേ ദാറ്റ് ഓക്കെ ഐ എം കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് ദിസ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് ഓക്കെയാണ് ബ്രസ്റ്റ് ഫീഡിങ് ബട്ട് ഫോർമുല ഫീഡ്സ് ദേ ഡോണ്ട് പ്രിഫർ മച്ച്, അല്ലെങ്കിൽ ദേ മേ നോട്ട് പ്രിഫർ മച്ച്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് തിക്നർ എന്നുള്ളത്. നമ്മൾ എന്താ പറയുക, വാട്ട് ഈസ് എ സിമ്പിൾ എക്സ്പ്ലനേഷൻ. തിക്നർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കിൽ ഇപ്പം കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കാൻ വേണ്ടി നമ്മൾ തിക്നർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ആ എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കിനെ കുറച്ചുകൂടെ തിക്കാക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ തിക്നർ എന്നുള്ളത്. ഇതിൻ്റെ കൂടുതലായിട്ട് ഞാനിപ്പോൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരിക. തിക്നർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ആ ഒരു ബോട്ടിൽ ഫീഡ്സിനെ നമുക്ക് കുറച്ചുകൂടെ തിക്കൻഡാക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളിപ്പം ഈ കോൺ സ്റ്റാർച്ചൊക്കെ ഇല്ലേ, നമ്മൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മിൽക്കിനെ കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തിക്നർ എന്നുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നേഹ. ഇനി burping after each feed. Yes, we can also suggest that in any of the suggestions. ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. നെക്സ്റ്റ്, it would be beneficial if you could add a thickener to the expressed milk for the next 2 weeks or for the upcoming 2 weeks. Do you think you will be able to do that? ഇത്രയും കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആകും. നെക്സ്റ്റ്, reassure mother that the baby is not sick and will improve with the right treatment. Once again, I can assure you that your baby is not sick, and with all the treatment options which I had mentioned, your child's condition will definitely improve. Okay, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് you can conclude the കോൺവെർസേഷനെ കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്ത് ലാസ്റ്റായിട്ട് ഇസ് ദർ എനിത്തിങ് എൽസ് യു വുഡ് ലൈക്ക് ടു നോ, ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കാം. ആഫ്റ്റർ ദാറ്റ് അവർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ യു ക്യാൻ കൺക്ലൂഡ് ദ കോൺവെർസേഷൻ. ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി അതർ ഡൗട്ട്സ് ദാറ്റ് we need to clarify, you can conclude the conversation. And mostly നമ്മൾ conversations conclude ചെയ്യുന്നത് എങ്ങനെയാണ്, okay, I hope I have clarified all your doubts. If you have any further doubts, please don't hesitate to contact me, അല്ലെങ്കിൽ to contact us. Instead of this, you can use another phrase, that is, I hope you understood everything regarding your child's condition, and I believe you will follow the treatment options as well. Or you can say, I believe you will follow these instructions as well. അപ്പോൾ അവർ പറയാണ്, yes nurse, I will follow. Okay, thank you for your cooperation and I wish your child a speedy recovery. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് you can conclude the conversation. Is it clear for everyone? ഈ റോൾ പ്ലേ കാർഡ് എല്ലാവർക്കും ക്ലിയർ ആണോ? Can you please comment down so that we can conclude our session? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഡൗൺ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം. യെസ്, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സൂര്യ ഹാസ് കമൻറ്റഡ് യെസ് ഇറ്റ് ഇസ് ക്ലിയർ. ഓൾ റൈറ്റ്, ബാക്കിയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇത് ക്ലിയർ ആണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. So now we are moving on to the conclusion, that is we are going to end our session for today. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ കമൻറ്റ് ഡൗൺ ചെയ്യാവുന്നതാണ്. Thank you everyone for joining the session.